Hello students, welcome to GST part 14. Input tax credit and reversal of input tax credit. Documents needed for claiming input tax credit. First one, supplier issued invoices for supplying goods and services or both. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് GST രജിസ്റ്റേർഡ് ഡീലർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ് ആണ് ടാക്സ് ഇൻവോയ്സ് അഥവാ GST ഇൻവോയ്സ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് GST ഇൻവോയ്സ് എന്ന് പറയുന്നത്. Next one, invoice issued by a registered recipient when the goods or services or both are received from unregistered supplier. GST രജിസ്ട്രേഷൻ എടുക്കാത്ത സപ്ലയർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റിസിപ്പിയന്റിന് സെയിൽ നടക്കുമ്പോൾ ഇവിടെ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്. GSTയിൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയൻ്റ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന ഡോക്യുമെൻ്റ് ആണ്. നെക്സ്റ്റ്, ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ടു ദ റെസിപ്പിയന്റ് ഇൻ കേസ് ഓഫ് ടാക്സ് ഓർ ടാക്സബിൾ വാല്യൂ സ്പെസിഫൈഡ് ഇൻ ദ ഇൻവോയ്സ് ഈസ് ലെസ് ദാൻ ഇൻ ദ ടാക്സ് പേയബിൾ ഓർ ടാക്സബിൾ വാല്യൂ ഓൺ സച്ച് സപ്ലൈസ്. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്ത സമയത്ത് സപ്ലയർ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് എമൗണ്ട് അല്ലെങ്കിൽ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ. ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ യഥാർത്ഥ വാല്യൂ അത് യഥാർത്ഥ വിലയേക്കാൾ കുറവാണെങ്കിൽ ഇൻവോയ്സിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടാക്സ് യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ സപ്ലയർ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. സപ്ലയർ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിൽ പറയുന്ന ടാക്സോ ടാക്സബിൾ വാല്യൂവോ കുറവാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് നോട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ബിൽ ഓഫ് എൻട്രി ഫോർ അസസ്മെന്റ് ഓഫ് IGST ഓൺ ഇമ്പോർട്ട്സ്. ഇമ്പോർട്ടിൻ്റെ കേസിൽ IGST ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത്. ബിൽ ഓഫ് എൻട്രി മീൻസ് എ ഡിക്ലറേഷൻ ഫോം ഫിൽഡ് ബൈ ദ ഇമ്പോർട്ടർ ഓർ ഹിസ് ക്ലിയറിംഗ് ഏജന്റ് വിത്ത് ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടർ അല്ലെങ്കിൽ അയാളുടെ ക്ലിയറിംഗ് ഏജന്റ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്ന ഡിക്ലറേഷൻ ഫോമാണ് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഈ ഡിക്ലറേഷൻ ഫോമിൽ വരുന്നത്.
ബിൽ ഓഫ് എൻട്രി IGST ക്രെഡിറ്റ് എടുക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. A credit note or invoice issued by a input service distributor. Input service distributor means an office of the supplier of goods or services or both, which receives tax invoices towards receipt of input services and issue prescribed document for the purpose of distributing the credit of CGST, SGST, UTGST or IGST. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന സംവിധാനം ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. ഹെഡ് ഓഫീസ് ഗുഡ്സും സർവീസും ഒക്കെ പർച്ചേസ് ചെയ്യുകയും അത് പല ബ്രാഞ്ചുകൾക്ക് നൽകുകയും ചെയ്യുന്നു. ഹെഡ് ഓഫീസ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നത് ബ്രാഞ്ചുകളാണ്. ഓരോ ബ്രാഞ്ചിനും ഹെഡ് ഓഫീസ് ഇഷ്യൂ ചെയ്ത ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇൻവോയ്സും മറ്റ് ഡോക്യുമെന്റ്സും ബ്രാഞ്ചുകൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ ഡ്യൂട്ടി. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്യുന്ന ബ്രാഞ്ചുകൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സസും ക്രെഡിറ്റ് നോട്ടുമൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന ഡോക്യുമെന്റ്സ് ആണ്. Input tax credit shall be availed by a registered person only if all the relevant information are furnished in form GSTR2 by such a person. GSTR2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർച്ചേസ് ആണ്. പർച്ചേസിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ഇൻപുട്ട് ടാക്സിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് GSTR2 ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഫയൽ ചെയ്യുന്നത്. ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ GSTR2 ഫോം സബ്മിറ്റ് ചെയ്തിരിക്കണം. GST കോമൺ പോർട്ടൽ വഴിയായിട്ടാണ് ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. GSTR2 ഉൾപ്പെട്ടിരിക്കുന്ന ട്രാൻസാക്ഷൻസിന് മാത്രമേ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് സാധിക്കൂ. No input tax credit shall be availed by a registered person in respect of any tax that has been paid in pursuance of any order where any demand has been confirmed on account of any fraud, willful misstatement or suppression of fact. ഏതെങ്കിലും ഒരു ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡറിന്റെ ഭാഗമായിട്ട് അടച്ചതാണെങ്കിൽ ആ ഓർഡർ വന്നിരിക്കുന്നത് രജിസ്റ്റേർഡ് പേഴ്സന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഫ്രോഡ്, വിൽഫുൾ മിസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ഫാക്ട് ഇവയൊക്കെ കൊണ്ടാണെങ്കിൽ ടാക്സ് ലൈബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ശരിയായ എമൗണ്ടിൽ കൂടുതൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഫ്രോഡോ മനഃപൂർവം ഇല്ലാത്ത വിവരങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുകയോ
ശരിയായ വസ്തുതകൾ മറച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓർഡർ വഴിയായിട്ട് ഡിമാൻഡ് ചെയ്ത ടാക്സിന് രജിസ്റ്റേർഡ് പേഴ്സണ് ഒരിക്കലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. Input tax credit to be availed by a registered person in respect of invoices or debit note, the details of which have not been furnished by the supplier in Form GSTR1 shall not exceed 5% of the eligible credit available in respect of invoices or debit note, the details of which have been furnished by the supplier in Form GSTR1. GSTR1 എന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെയിൽസ് ആണ്. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഇഷ്യൂ ചെയ്യുന്ന രജിസ്റ്റേർഡ് സപ്ലയേഴ്സാണ് GSTR1 ഫയൽ ചെയ്യേണ്ടത്. ഒരു റിസീപ്പിയൻ്റ് ഏതൊക്കെ സപ്ലയേഴ്സിൽ നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്തോ ആ സപ്ലയേഴ്സ് എല്ലാം GSTR1 ഫയൽ ചെയ്യുമ്പോഴാണ് ആ ട്രാൻസാക്ഷൻ്റെ മേലൊക്കെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് റിസീപ്പിയൻറ്റിന് സാധിക്കുന്നത്. സപ്ലയേഴ്സ് ഫയൽ ചെയ്യുന്ന GSTR1 ഡീറ്റെയിൽസ് ഓട്ടോ പോപ്പുലേറ്റഡ് ഫോമായിട്ടുള്ള GSTR2A റിസീപ്പിയൻറ്റിന് ഡിസ്പ്ലേ ചെയ്യപ്പെടും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിസീപ്പിയൻറ്റ് GSTR2 എന്ന ഫോം ഫയൽ ചെയ്യുന്നത്. സപ്ലയേഴ്സ് GSTR1 എന്ന ഫോം, സെയിൽസിൻ്റെ ഫോം ഫയൽ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് റിസീപ്പിയൻ്റ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് എലിജിബിൾ ആകുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ സപ്ലയേഴ്സ് ചില ട്രാൻസാക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്യാൻ വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ റിസീപ്പിയൻറ്റിന് ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കാതെ വരുന്നു. ഈ കേസിൽ സപ്ലയർ ഫർണിഷ് ചെയ്ത ഡീറ്റെയിൽസ് വെച്ച് എടുക്കാൻ പറ്റുന്ന ക്രെഡിറ്റിനെ നമ്മൾ എലിജിബിൾ ക്രെഡിറ്റ് എന്ന് പറയുന്നു. എലിജിബിൾ ക്രെഡിറ്റിനേക്കാൾ 5% എക്സ്ട്രാ എമൗണ്ട് ക്രെഡിറ്റ് എടുക്കാനായിട്ട് റിസീപ്പിയൻറ്റിന് അവകാശമുണ്ട്. ചെറിയ ട്രാൻസാക്ഷൻ GSTR1 ഫയൽ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ റിസീപ്പിയൻറ്റിനെ കാര്യമായ രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല. എലിജിബിൾ ക്രെഡിറ്റിനേക്കാൾ 5% വരെ എമൗണ്ട് എക്സ്ട്രാ ക്രെഡിറ്റ് എടുക്കാനായിട്ട് റിസീപ്പിയൻറ്റിന് സാധിക്കും. ടൈം ലിമിറ്റ് ടു അവെയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. The time limit to claim input tax credit on invoices and debit notes. Due date of filing GST return for the month of September of next financial year. Due date of filing annual return, whichever is earlier. ഒരു ഇൻവോയ്സിൻ്റെ മേൽ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടിൻ്റെ മേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള സമയപരിധി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ സെപ്റ്റംബർ മാസത്തിലെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ്, അതല്ലെങ്കിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്, ഇതിലേതാണോ ആദ്യം വരുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ലിമിറ്റ് ടു അവെയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നോർമൽ കേസിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ December 31
order of utilization of input tax credit. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻപുട്ട് CGST ഫസ്റ്റ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് CGST, ദെൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് IGST. ഇൻപുട്ട് CGST ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് CGST ആയിട്ടാണ്. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. Input SGST first utilized for the payment of output SGST, then for the payment of output IGST. അതുപോലെ ഇൻപുട്ട് SGST ആദ്യം ഔട്ട്പുട്ട് SGSTയുടെ പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. ബാലൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് IGSTയുടെ പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇൻപുട്ട് IGST ഫസ്റ്റ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് IGST, then for the output CGST and balance if any utilized towards the payment of output SGST. ഇൻപുട്ട് IGST ആദ്യം ഔട്ട്പുട്ട് IGSTയുടെ പേയ്മെൻറ്റിന് ഉപയോഗിക്കുക. ബാലൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് CGSTയുടെ പേയ്മെൻറ്റിന് ഉപയോഗിക്കുക. അതിനും ശേഷം ബാലൻസ് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് SGSTയുടെ പേയ്മെൻറ്റിന് ഉപയോഗിക്കുക. Input cess can only be utilized for the payment of output cess. ഇൻപുട്ട് സെസ് ഔട്ട്പുട്ട് സെസ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. റിവേഴ്സൽ ഓഫ് ITC means the credit of input utilized earlier would now be added to the output tax liability, effectively nullifying the credit claimed earlier. നേരത്തെ ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതിനെ ആണ് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അതിൻ്റെ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡേറ്റ് ഓഫ് സച്ച് റിവേഴ്സൽ, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ ഓൾസോ ബി റിക്വയർഡ്. എന്നാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യുന്നത് ആ ഡേറ്റിനെ ബേസ് ചെയ്ത് ആ റിവേഴ്സ് ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ടിന് മേൽ ഇൻട്രസ്റ്റും പേയ്മെൻറ്റും നടത്തേണ്ടതാണ്. റൂൾ 37 ഡീൽസ് വിത്ത് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. വെൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് അവെയിൽഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് could not pay the invoice amount to the supplier within the time period of 180 days, then it will lead to reversal of input tax credit, and if a part of the invoice is paid, then ITC will be reversed on proportionate basis. ഒരു രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്തു, ഇൻവോയ്സിൽ സ്പെസിഫൈ ചെയ്തിരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തു. എന്നാൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന് 180 ഡേയ്സിന് ശേഷവും പേയ്മെൻറ്റ് നടത്തുന്നില്ല എങ്കിൽ, ഇൻവോയ്സിലുള്ള പേയ്മെൻറ്റ് സപ്ലയർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ ആ ക്രെഡിറ്റ് എടുത്ത ഫുള്ള് ഇൻപുട്ട് ടാക്സും റിവേഴ്സ് ചെയ്യേണ്ടതാണ്. എന്നാൽ റെസിപ്പിയന്റ് പാർട്ട് പേയ്മെന്റ് നടത്തിയെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ബേസിലാണ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടത്. എത്ര എമൗണ്ടിനാണോ പേയ്മെന്റ് നടത്താനുള്ളത് അതിൻ്റെ മേലുള്ള ഇൻപുട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട്
റിവേഴ്സ് ചെയ്യണം. ITC reversal means an amount equal to ITC availed shall be added to the output tax liability along with the interest thereon. ഇൻപുട്ട് ടാക്സ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നേരത്തെ ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. Interest at 18% shall be calculated from the date of availing credit on such supplies till the date when the amount added to the output tax liability. എന്നാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തത് ആ ഡേറ്റ് തുടങ്ങി എന്നാണോ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിലേക്ക് ഈ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ആഡ് ചെയ്തത് ആ ഡേറ്റ് വരെയുള്ള ദിവസങ്ങളിൽ ഇൻട്രസ്റ്റ് 18% കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് ഉൾപ്പെടെയാണ് റിസീപ്പിയന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത്. എന്നാണോ ക്രെഡിറ്റ് അവൈൽ ചെയ്തത് ആ ഡേറ്റ് തുടങ്ങി ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യുന്നവരെയുള്ള ഡേറ്റ്, ആ കാലയളവിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അത് 18% വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് കൂടെ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യണം. ITC റിവേഴ്സ്ഡ് ക്യാൻ ബി റീഅവൈൽഡ് ഓൺ പേയ്മെന്റ് ഓഫ് ഇൻവോയ്സ്. 180 ഡേയ്സ് കഴിഞ്ഞതുകൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്തു, എന്നാൽ അതിനുശേഷം പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ വീണ്ടും ITC ക്ലെയിം ചെയ്യാവുന്നതാണ്. ITC റിവേഴ്സൽ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ITC ക്ലെയിംഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസം അനുസരിച്ച് ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ITC റിവേഴ്സൽ ആപ്ലിക്കബിൾ അല്ല. Thank you for watching this video.